നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 15ാമത്തെ കഥ ത്രിഭുവന സുന്ദരി. വേതാളം വേറൊരു കഥ പറയാൻ തുടങ്ങി. അല്ലയോ രാജാവേ, പണ്ട് ചെമ്പകശ്ശേരി എന്ന സ്ഥലത്ത് ചെമ്പകേശ്വരൻ എന്ന് ഒരു രാജാവ് വാണിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്ഞിയുടെ പേര് സുലോചനയെന്നും ഏകപുത്രിയുടെ പേര് ത്രിപുരസുന്ദരിയെന്നും ആയിരുന്നു. ത്രിപുരസുന്ദരി തൻ്റെ പേര് അന്വർത്ഥമാക്കും വിധം ജഗന്മോഹിനിയായ ഒരു കന്യകയായി വളർന്നു. സാക്ഷാൽ ചന്ദ്രവദന, കാർമേഘത്തെ വെല്ലുന്ന തിളക്കമേറിയ ഘനകേശഭാരം, താമരദള സദൃശ്യമായ നയനങ്ങൾ, കാമദേവൻ്റെ വില്ലുപോലെ വളഞ്ഞ പുരികക്കൊടി, പഞ്ചവർണ്ണക്കിളിയുടെ ചുണ്ടിൻ്റെ ആകൃതിയിലുള്ള നാസിക, കപോതഗളത്തിന് സാദൃശ്യം വഹിക്കുന്ന ഗളം, മാതളപ്പഴത്തിൻ്റെ അല്ലികൾ പോലുള്ള ദന്തങ്ങൾ, തേൻ തുളുമ്പി നിൽക്കുന്ന ബിംബാധരങ്ങൾ, മൃദുല വൃണാളനാളോപമമായ കൈത്തണ്ടുകൾ, എല്ലാം നവയൗവനത്തിൻ്റെ തള്ളിച്ചയിൽ അവൾ പ്രേക്ഷകലോകത്തിന് നയനസാഫല്യം അരുളിക്കൊണ്ട് ദിനേന സാന്ദ്രതരം വളർന്നു. അവൾക്ക് വിവാഹപ്രായമായതോടുകൂടി രാജാവും രാജ്ഞിയും ഉത്കണ്ഠാകുലരായി തീർന്നു. ഇതിനകം അവളുടെ അലോകലാവണ്യത്തെ പറ്റിയുള്ള വാർത്ത നാനാദിഗന്ധങ്ങളിലും പരന്നു. പല രാജ്യങ്ങളിലെയും രാജകുമാരന്മാർ അവളെ തങ്ങളുടെ വധുവായി ദിവാസ്വപ്നത്തിൽ കണ്ടു. ഇത്രയ്ക്ക് മധുരമായ ഒരു ലാവണ്യ പൊൽക്കനി തങ്ങൾക്ക് ആസ്വദിക്കാൻ ലഭിക്കുക സാധ്യമല്ലെന്ന ഭീതി അവരിൽ പലരെയും കൊടിയ ആശങ്കയിൽ അമഗ്നരാക്കി. തുടർന്ന് സാമ്രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭൈമീ കാമുകന്മാരായ രാജകുമാരന്മാർ തങ്ങളുടെ എണ്ണച്ചായ പടങ്ങൾ വിദഗ്ധരായ ചിത്രകാരന്മാരെ കൊണ്ട് എഴുതിച്ച് ചെമ്പകേശ്വര രാജാവിൻ്റെ സവിധത്തിലെത്തിക്കാൻ തുടങ്ങി. രാജാവ് അവയെല്ലാം തികഞ്ഞ സൗഹൃദത്തോടു കൂടി തന്നെ സ്വീകരിച്ച് സ്വപുത്രിയെ കാണിക്കുക പതിവായിരുന്നു. പക്ഷേ അവയിലൊന്നും തന്നെ അവളെ സംതൃപ്തയാക്കിയില്ല. രാജകുമാരന്മാർ കൊടും നിരാശയിൽ നിമഗ്നരായി. ചിലർ ചെമ്പകേശ്വരൻ്റെ പേരിൽ ഉഗ്രരോഷം കൊണ്ടു. മറ്റു ചിലർ അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സമൂല നാശം വരുത്തി കളയുമെന്ന് ഭീഷണി മുഴക്കി. സൈന്യത്തെ അയച്ചു കുമാരിയെ ബലാത്കാരമായി തങ്ങളുടെ അന്തഃപുരത്തിലാക്കുമെന്ന് മൂന്നാമതൊരു കൂട്ടർ. പക്ഷേ ഇതൊക്കെ ആയിട്ടും ചെമ്പകേശ്വരൻ പാറ പോലെ ഉറച്ചു നിന്നതേയുള്ളൂ. ഒടുവിൽ ഒരു ദിവസം രാജാവ് സ്വപത്നിയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ത്രിപുരസുന്ദരിക്ക് വരനെ അവൾ തന്നെ തിരഞ്ഞെടുക്കട്ടെ. ഈ അഭിപ്രായവും രാജകുമാരിക്ക് സ്വീകാര്യമായില്ല. അവൾ രാജാവിനോട് പറഞ്ഞു, എൻ്റെ വിവാഹകാര്യം അച്ഛനെയും അമ്മയെയും വളരെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയുന്നത് അവിടുന്ന് പൊറുക്കുമാറാകണം. കിടയറ്റ ശരീരലാവണ്യം, അതുല്യമായ കായബലം, മഹോന്നതമായ വിജ്ഞാന സമ്പത്ത്, ഇവ മൂന്നും തികഞ്ഞ ആളിനെയേ ഞാൻ സ്വമനസ്സോടുകൂടി സ്വീകരിക്കുകയുള്ളൂ. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒടുവിൽ 4 വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നായി 4 വിവാഹാർത്ഥികൾ വന്നു ചേർന്നു. രാജാവ് അവരെ ആതിഥ്യ മര്യാദ അനുസരിച്ച് ആദരിച്ചിരുത്തിയ ശേഷം പറഞ്ഞു, നിങ്ങൾ 4 പേരും ഏകകാലത്തിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നതിൽ നാം അതിയായി സന്തോഷിക്കുന്നു. നമുക്ക് ഒരേ ഒരു പുത്രി മാത്രമേയുള്ളൂ. അവൾ സർവാത്മന ഇഷ്ടപ്പെടുന്ന യുവാവിന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിലേക്ക് നിങ്ങൾ വേണ്ട വിധം സഹകരിക്കുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ പ്രത്യേക സവിശേഷതകൾ, ഗുണവൈശിഷ്ട്യങ്ങൾ, സിദ്ധികൾ മുതലായവ പൂർണ്ണമായി നമ്മെ അറിയിക്കുവാൻ അപേക്ഷ. അവരിൽ ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വസ്ത്രം നിർമ്മിച്ച് അതിനെ 5 മാണിക്യരത്നത്തിന് പകരമായി വിൽക്കുന്നു. അതിൽ 1 മാണിക്യം ഞാൻ ബ്രാഹ്മണർക്ക് നൽകും. 2ാമത്തെ മാണിക്യം ദേവകൾക്ക് അർച്ചന നടത്തും. 3ാമത്തേത് ഞാൻ എൻ്റെ ശരീരത്തിൽ അണിയും. 4ാമത്തേത് ഞാൻ എൻ്റെ ഭാവി വധുവിന് വേണ്ടി കരുതി വയ്ക്കും. 5ാമത്തേത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഞാൻ ഉപജീവനം നടത്തുകയും ചെയ്യും. പിന്നെ സൗന്ദര്യം, ഞാൻ തന്നെ മുമ്പിലിരിക്കുമ്പോൾ അങ്ങേക്ക് നേരിൽ ബോധ്യപ്പെടാവുന്ന കാര്യമല്ലേ അത്? 2ാമൻ പറഞ്ഞു, ജലത്തിലും കരയിലും ജീവിക്കുന്ന സകല ജീവജാലങ്ങളുടെയും ഭാഷ ഞാൻ പഠിച്ചിട്ടുണ്ട്. അസാമാന്യമായ കായബലവും ഊർജ്ജസ്വലതയുമുള്ള ഒരു അരോഗ ദൃഢഗാത്രനാണ് ഞാൻ. പിന്നെ സൗന്ദര്യത്തെപ്പറ്റിയാണെങ്കിൽ അത് ഞാൻ വർണ്ണിക്കേണ്ട ആവശ്യവുമില്ലല്ലോ. 3ാമൻ പറഞ്ഞു, 18 മഹാപുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും മറ്റ് അമൂല്യങ്ങളായ വൈദിക ഗ്രന്ഥങ്ങളും എല്ലാം എനിക്ക് ഹൃദിസ്ഥമാണ്. ശരീര സൗന്ദര്യം നേരിൽ കണ്ട് ബോധ്യപ്പെടുകയല്ലേ വേണ്ടത്.
നാലാമൻ പറഞ്ഞു, ആയോധന വിദ്യയിൽ എനിക്ക് സമാനമായി ഈ 56 രാജ്യങ്ങളിലും വേറൊരു യുവാവില്ല. മറഞ്ഞിരിക്കുന്ന വസ്തുവിനെ കേവലം ശബ്ദത്തെ മാത്രം ലക്ഷ്യമാക്കി അമ്പെയ്ത് വീഴ്ത്തുവാനുള്ള അത്ഭുത സിദ്ധി എനിക്കുണ്ട്. എൻ്റെ സൗന്ദര്യമാണെങ്കിൽ വിശ്വപ്രസിദ്ധമാണ്. ഞാൻ മുമ്പിലിരിക്കുമ്പോൾ അങ്ങയ്ക്കത് നേരിട്ട് ബോധ്യപ്പെടാവുന്നതുമാണല്ലോ. അവർ 4 പേരുടെയും അവകാശവാദങ്ങൾ മുഴുവൻ സശ്രദ്ധം ശ്രവിച്ചതിന് ശേഷം രാജാവ് ആത്മഗതം പറഞ്ഞു. 4 പേരും 4 വിധത്തിൽ അസാമാന്യ വൈദഗ്ധ്യവും അത്ഭുത സിദ്ധികളുമുള്ളവർ. ഇവരിൽ ആർക്ക് ഞാൻ എൻ്റെ മകളെ കൊടുക്കണം? രാജാവ് അന്തഃപുരത്തിലേക്ക് പോയി. വിവാഹാർത്ഥികളായ 4 പേരുടെയും വിവരങ്ങൾ മകളെ ധരിപ്പിച്ച് അവളുടെ അഭിപ്രായം ആരാഞ്ഞു. യാതൊരു മറുപടിയും നൽകാനാകാതെ അവൾ ലജ്ജാവിവശയായി മൗനം അവലംബിച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇത്രയും പറഞ്ഞതിന് ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, അല്ലയോ പ്രഭോ, ഈ 4 പേരിൽ രാജകുമാരിക്ക് ഏറ്റവും അനുയോജ്യനായ വരൻ ആരാണ്? രാജാവ് പ്രതിവദിച്ചു, വസ്ത്രം നിർമ്മിച്ചു വിൽക്കുന്നവൻ, ശൂദ്രനാണ്, സകല ജീവജാലങ്ങളുടെയും ഭാഷ അറിയുന്നവൻ, വൈശ്യൻ, വേദശാസ്ത്ര പുരാണാദികളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവൻ, ബ്രാഹ്മണൻ, ശബ്ദത്തെ മാത്രം ആശ്രയിച്ച് എത്ര വിദൂരസ്ഥിതമായ അദൃശ്യ വസ്തുവിനെയും അമ്പെയ്ത് വീഴ്ത്തുവാൻ കഴിവുള്ളവനാവട്ടെ, ക്ഷത്രിയനാണ്. അതുകൊണ്ട് അവനാണ് കുമാരിക്ക് ഏറ്റവും അനുയോജ്യനായ വരൻ. രാജാവിൻ്റെ മറുപടി കേട്ട ഉടൻ വേതാളം വീണ്ടും ബന്ധനവിമുക്തനായി തൻ്റെ പൂർവ്വസ്ഥാനത്തേക്ക് ഓടി. പതിവ് പോലെ രാജാവ് അവനെ പിന്തുടർന്ന് ചെന്ന് വീണ്ടും ബന്ധനസ്ഥനാക്കി കൊണ്ടുവരികയും ചെയ്തു. നന്ദി.